വീഡിയോയിൽ നമുക്കിതിൽ കുറേ വിമർശനങ്ങൾ അജുവിനെ സഹിക്കുന്നു. അജു ചെയ്യുന്ന പ്രവർത്തികളൊക്കെ മുന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൂടിയിട്ട് ഒരു വെറുപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിറയെ സിനിമ തിരക്കഥ വരെയുണ്ട്. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ദൃശ്യം മോഡൽ ഒരു കുഴി ഇവിടെ കുത്തി. അതൊന്നും നിലത്തുനിന്ന് പൊന്തട്ടെ, എന്നിട്ട് ഇട്ട് കൊടുത്താൽ പോരെ വളം. ഇത് വളം കൂടുതലൊന്നുമില്ല കേട്ടോ. ഇതിലൊരു കുറച്ച് സമയം കുറച്ച് കമ്പോസ്റ്റ് വളം നേരെ ഇതിരിക്കേണ്ട. നമ്മൾ ഒരു കൊല്ലം മുമ്പ് നമ്മൾ ദൃശ്യം മോഡൽ ഒരു കുഴി ഇവിടെ കുത്തി. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതൊരു കമ്പോസ്റ്റ് കുഴി ഇവിടെ വലുത് കുത്തി. അന്ന് പലരും എന്നെ വിമർശിച്ചു, ഈ കുഴി ഞാൻ കുത്തി അവസാനിപ്പിക്കില്ല ഇല്ലേ, പറഞ്ഞില്ലേ? അതിനെല്ലാവരും വിചാരിച്ചത് കുഴി എന്ന് പറയുന്നത് നല്ല താഴ്ചയിലൊക്കെ എടുക്കുന്നതാണ്. ചേട്ടൻ ഇത്ര താഴ്ചയല്ല. അത്ര താഴ്ചയല്ല, ഇത്രയ്ക്ക് താഴ്ചയുണ്ട്. ഞാൻ പറഞ്ഞു ഈ താഴ്ച കമ്പോസ്റ്റ് കുഴി ഒരു മീഡിയം ലെവലിൽ കുഴി കുത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കമ്പോസ്റ്റ് ഇട്ട് അതിൽ നിന്ന് എടുക്കും തോറും ഈ കുഴിക്ക് വലിപ്പം കൂടി 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 വരെയാണ് ചെയ്യാന്ന് പറഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലാവുക. അതായത് വളം നമ്മള് എത്ര താഴ്ചയിലാണോ കുഴി കുത്തിയത് അതിൽ ചവറിടും. അപ്പൊ ആ താഴ്ചയിൽ തന്നെയല്ലേ വളം ഉണ്ടാവുള്ളൂ. അവിടെ നടിയിലേക്ക് മണ്ണല്ലേ. പിന്നെ ഇനി അത് എടുക്കും തോറും കുഴി വരെ എന്ന് പറഞ്ഞില്ലേ, അത് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അവിടെ നല്ല നനവും കാര്യങ്ങളും മണ്ണടക്കം കുറച്ചും കൂടി പോരും. പണ്ടത്തെ ചാണകുഴികളൊക്കെ അങ്ങനെ തന്നെയാണ്. പണ്ട് കാലത്തുള്ളവർക്ക് പണ്ട് കാലത്ത് ജനിച്ചിട്ടുള്ളവർക്കല്ല, പണ്ട് ജീവിച്ചിരുന്ന ആളുകൾക്കറിയാം. അവരെ ഈ തൊഴുത്തുകളുണ്ടാവും, വീടിൻ്റെ ബാക്കിൽ ചാണകുഴി ഉണ്ടാവും. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടില്ലേ, വളരെ ചെറുതായിരിക്കും ചാണകുഴി, ഒരു കുഞ്ഞിത് കുത്തും. എന്നിട്ട് തൊഴുത്തിന്ന് ചാണം വാരി അതിലേക്ക് അങ്ങോട്ട് ഇടും. അങ്ങനെ ഇട്ടിട്ട് അതാണ്ട് നിറയും. അതാണ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്ട് കോരി കൊണ്ടുപോകും. ഈ കോരി കൊണ്ടുപോകണവർ എന്താ ഒന്നിയെ ചാണം വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചാണം എടുത്തിട്ട് നമ്മൾ ഈ നെല്ലിന് കണ്ടത്തിൽ കൊണ്ടുവരുന്നവരുണ്ടാവും, തെങ്ങിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ എടുക്കുമ്പോൾ കൂടുതൽ വെടുപ്പാക്കി ക്ലിയറായിട്ട് എടുക്കും. അപ്പോൾ കുറേ മണ്ണടക്കം എടുക്കും. അങ്ങനെ ക്രമേണ ആ ചാണക്കുഴി ആ തൊഴുത്തിനേക്കാളും വലിപ്പത്തിലുള്ള ചാണക്കുഴിയിട്ട് മാറും. ഇതാണ് സംഭവം. മനസ്സിലായി? ഇപ്പം മനസ്സിലായി? ഞാൻ പറഞ്ഞതിൻ്റെ മെത്തേഡ് മനസ്സിലായി, പൊരുൾ മനസ്സിലായി? ഇത് തന്നെയാണ് ഈ കമ്പോസ്റ്റിന് സംഭവിക്കാൻ പോണത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതാണ് കുഴിയിട്ടാണ്, ഇതാണ് കുഴി. ഈ കുഴിയില് അതിനുശേഷം ഒരു ലോഡ് ചാണം വന്നപ്പോ അതിന്റെ പകുതി മുക്കാലൊന്നുമില്ല ഇവിടെ തട്ടിയിട്ട് ബാക്കിയുള്ളതാണ് അവിടെ തട്ടിയത്. കാണിച്ചു തരാം. എന്തായാലും നമ്മൾ അങ്ങനെ നിധി കെട്ട് പൊളിക്കാൻ പോകണ്ട. ഇതിന്റെ മീതിയുള്ള ചാണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചവറ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചവറ് മുഴുവനും അതറിയാൻ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ പരീക്ഷ നടത്താൻ അറിയാൻ പറ്റുമോ? ഇതിൻ്റെ ഉള്ളിൽ മറ്റേ വെന്തോന്ന് നോക്കാം, കേക്കൊക്കെ വെന്തോന്ന് നോക്കണ പോലെ മറ്റേ ഈ പപ്പടം കുത്തിയില്ലേ, അതിങ്ങനെ കുത്തി നോക്കാൻ പറ്റുമോ? ചാണം മാറ്റില്ലോ, ചാണം ഓവർ എന്ന് പറഞ്ഞാൽ ഇതാണ് ചാണം കേട്ടോ. അതിന്റെ മുകളിലത്തെ ചാണാണ്. ഞാൻ ഈ ചാണം കൊണ്ട് മാറ്റും. ചാണം ഇട്ടാലും അതിന്റെ 800 അതിന്റെ അടിയിലത്തെ ഇത് ദഹിക്കുള്ളൂ. അല്ല കണ്ടമാനം ഇടില്ലല്ലോ, ആവശ്യത്തിന് കുറേശ്ശെ ഇട്ടാൽ മതിയായിരുന്നില്ലേ? അത് ഞാനുണ്ടായിരുന്നില്ല. അവര് ഇതാണ് കമ്പോസ്റ്റിന്റെ അതിർത്തി. അവർ കണ്ടില്ലേ, ഇത് കണ്ട, ഞാനിത് കണ്ടില്ല. അവർ ചാണം കൊണ്ടുവന്നത് ഞാനിനി കാണുന്നത്. ഞാനോട് പറഞ്ഞു ഇതിന്റെ മീതെ ഞാൻ പറഞ്ഞു അവരോടേ, ആ ചേച്ചിയോട് പറഞ്ഞു, ചാണം കൊണ്ടുവന്ന ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നിടുമ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിന് നിരപ്പിൽ ഇത്തിരി ചാണകം കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞു. അവരാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെയല്ല എടുക്കുന്നത്, ചാണം എടുത്തിട്ട് പോകണമെങ്കിൽ അവിടെ വരെ പോകണ്ടേ. അതിലും ഭേദം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടാന്ന് പറയാൻ എളുപ്പമല്ലേ, അടുത്തല്ലേ. അവരിതിലോട്ട് കൊണ്ട് തട്ടി. പക്ഷെ അതുകൊണ്ട് നന്നായി, ചാണം ഒന്നും പോയില്ലേ കേട്ടാ. അതെ, അവിടെ ഇട്ടൊക്കെ പോയി മഴക്കാലത്തല്ല ഇട്ടത്. അതെ, ഇതിപ്പോ പൊളിക്കാൻ കാരണം ഇതൊക്കെ ഭയങ്കര ചൂടുണ്ട് തള്ളണ്ടാ. ഇതിപ്പോ പൊളിക്കാൻ കാരണം അന്ന് എനിക്കറിയില്ല, ഇത് ഭയങ്കര ചൂടത്, ബെസ്റ്റ് വളത്. ഇത് പൊളിക്കാൻ കാരണം ഉള്ളില് രാസപ്രവർത്തനം നടന്നിട്ട് പല തരം ബൈ പ്രോഡക്ട്സ് എയർ ഉണ്ടാവണതൊക്കെ നിൽക്കുന്നുണ്ടാവില്ലേ, ഇത് വന്നു തുടങ്ങി. കണ്ടാ ചാണം ഒരു നിരപ്പിൽ ചാണം ഉണ്ടാവും കേട്ടോ. ആ ചാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇലകളാണ്. ഇതിപ്പോൾ ആരെന്നറിയും, നമ്മുടെ പ്രബീത കാരക്കാര വീട്ടിലില്ലേ, പാരീസിലുള്ളത്. അവർ പറഞ്ഞു നമ്മുടെ കമ്പോസ്റ്റ് കുഴി ഇപ്പോൾ കുറേ നാളല്ലേ, അത് എന്തായി എന്നറിയാൻ ആൾക്ക് ആഗ്രഹം. അല്ല, എനിക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ഈ
ഇപ്പോൾ വെണ്ട കൃഷി ചെയ്യില്ലേ നോക്കി, അതിനൊക്കെ വളരണ്ടേ. അപ്പോൾ ഇതിൽ നിന്നാണ്ട് എടുക്കാൻ വെച്ചു ഒരു പ്രത്യേക തരം ഇതെന്ന് പറഞ്ഞില്ലേ, ഗംഭീരമായി വളരണം കേട്ടോ. അത് എൻ്റെ രണ്ടാമത്തെ പരീക്ഷണം ഇതിൽ വിജയിക്കാൻ പോണ്. മണ്ണാണല്ലോ ചേട്ടാ ഇലപ്പടി. മണ്ണുണ്ടാവും. ഇതാണ് വളം. ഈ വളം നമ്മൾ ചാണപ്പുഴുണ്ടല്ലോ തേങ്ങ കൊക്കുകൾ അല്ല, ഇത് മണ്ണ് വളത്തിന് അത് കൊക്കിലെടുത്തോണ്ട് പോകും. ഇതെന്താ ചെയ്യും, ഇത് വളം കൂടില്ലേ, വളല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ പറയാ കണ്ട. ഇങ്ങനെയാണ് വളം വരാ. മണ്ണപ്പടി മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പുല്ലും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നമ്മൾ, പുല്ലിലുണ്ടാവണ മണ്ണും ഇതൊക്കെ. അത് ഞാൻ പറഞ്ഞ മണ്ണ് ഇതൊക്കെയിട്ട് മിക്സിങ് ആണിത് കട. ഈ വളമാണ് കിട്ടുന്നത് നമുക്ക് കട. ഇങ്ങനെ ഇവിടെ കുഴി ഉണ്ടാക്കിയിട്ട് വളം ഉണ്ടാക്കാണ്ടിരിക്കും നല്ലത്. മുഴുവൻ മണ്ണാ. അതിന് വേണ്ടി നമ്മൾ ആ കോഴിക്കൂടിൻ്റെ അപ്പുറത്ത് കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കിയത് എടുക്കുമ്പോഴാണ് നല്ല കറുത്ത പൊടി പോലത്തെ പൊടി. അതിൽ ഫുള്ള് ചവറൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലിവിടുത്തെ പുല്ല് ചെത്തിയിട്ടുള്ളതും ഒക്കെ കൊണ്ടുവന്നിട്ടല്ലേ ഈ സാധനം നോക്കിയേ. നമ്മുടെ വെണ്ട കണ്ട. അയ്യോ, അതൊന്ന് നിലത്തുനിന്ന് പൊന്തട്ടെ ചേട്ടാ, എന്നിട്ട് ഇട്ട് കൊടുത്താൽ പോരെ വളം? അല്ല, ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാനാ. ഒത്തിരി ഒന്ന് പൊന്തിയിട്ട് പോരെ? ഇതെന്തിട്ട് താങ്ങിയത്? ഇങ്ങനെ വളമിട്ട് കൊടുക്കണം. അങ്ങനെ എൻ്റെ കമ്പോസ്റ്റ് കുഴി ഇങ്ങനെയാണ്. ഇത് കംപ്ലീറ്റ് എടുക്കണം. ഇനി ഇവിടുത്തെ ഇതിനൊക്കെ വളം ഇതാണ്. ദേ വീണ്ടും ഒരു ഉറ. അതെങ്ങനെയാണ് ഈ ഉറകൾ വന്നേ? അവിടെ നിന്ന് കുറേ ഇതില്ലേ സരിത, അവിടെ നിന്ന് കുറേ ഈ ചപ്പ് ചാവറ് കൊണ്ടുവന്നിട്ടല്ലോ. അപ്പം അതിൽ പെടുന്ന ഉറകളാണ് ഇതിൽ. എൻ്റെ വളം ഇന്നലെ അയ്യോ ശ്രീകണ്ഠൻ നായരെ ഷോല്, ശ്രീകണ്ഠൻ നായർ ഒരു കുറേ ഷോ നടത്തില്ലോ. ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടി നടത്തില്ലോ. എല്ലാവരും വാർത്തയിൽ എന്താ പറയുക, വാർത്തകളിൽ കൊടും ചർച്ചകൾ നടക്കുന്ന ടൈമിൽ ആള് നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പരിപാടി. ആ, അപ്പോൾ അതിൽ ഇന്നലത്തെ ചർച്ച ഈ കൃഷിയിലെ ജൈവ കൃഷിയും മറ്റേ രാസകൃഷിയൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. കുറേ എന്തിനാന്ന് ഭയങ്കര ചൂടാ അതിനുള്ളിൽ നിന്ന്. അപ്പോൾ അതിലത്തെ ചർച്ച കണ്ടിട്ടുള്ളവരുണ്ടാവും, ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരും കണ്ടാവും. അപ്പോൾ ജൈവ കൃഷിനെ കുറേ പേര് പൊക്കി പറയും, കുറേ പേര് അതിന് താത്തി കെട്ടി പറയും. അതുകൊണ്ടൊന്നല്ല ക്യാൻസർ ഉണ്ടാവുന്നത്. അങ്ങനെ പല പലതുകൾ. എന്നിട്ട് വളം സദ്യക്ക് ഒരു പണി വേണമെങ്കിൽ തരാം നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് നേരത്തേക്ക്. ആ ചൂലെടുത്തോണ്ടെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്ന് വെടുപ്പാക്കി കഴിഞ്ഞാൽ പഠിച്ചോ. ജഗ് വേണ്ട, നാളെ പരീക്ഷയുണ്ട് മലയാള സെക്കൻഡ്. ഈ കോഴി ഇങ്ങനെ കരയണു. നമ്മുടെ അവിടെ കരഞ്ഞോടന്നേ നമ്മൾ തട്ടിയില്ലേ, കോഴിയിലെ കേടായി. ആ, ഇത് കാണിച്ചു കൊടുത്ത വിത്ത് ഇതാണ്ട. ഇതാണ് മറ്റേ നിത്യവഴുതനേരെ വിത്ത് കണ്ട. ഇത് കണ്ട നിത്യവഴുതനേരെ. ഇതാണ് നിത്യവഴുതന ഉണങ്ങിയിട്ട് കണ്ട. ഇതിൻ്റെ ഉള്ളിൽ 4 വിത്തുണ്ടാവും. ആളുകൾക്ക് ഇത് കിട്ടാൻ കൊതിച്ചിട്ടിരിക്കുക. നിത്യവഴുതനേരെ ഇതാണിത് കണ്ട, നല്ല വലിപ്പമുള്ളത്. മൂത്തത് കൂട്ടാൻ വയ്ക്കാൻ പറ്റില്ല. എന്തുട്ടാ ചേട്ടാ എനിക്ക് പണി? ചൂലെടുത്തോണ്ട് പാടി അവിടെ അടിച്ചു വാരല്ല. ആ, പുല്ലാണല്ലോ. പുല്ലിൻ്റെ മുകളിലോട്ട് അടിച്ചു വാരിയാൽ മതി. പുല്ല് ഞാൻ ആക്കിയോണ്ട് ഞാൻ കൂട്ടാൻ വയ്ക്കാൻ പോവാ. ആക്കടിയപ്പാ. കൂട്ടാൻ വയ്ക്കാൻ തുട്ടേലും തന്നേ. കൂട്ടാൻ വയ്ക്കാൻ എന്തൊരു തേങ്ങ വേണ്ട, വേറെ എന്തെങ്കിലും മതി. ഒരു ഇതെടുത്തോടോ. കാബേജും അടുത്തു തുടങ്ങി. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാബേജ് വേണ്ടത്? എവിടെ വന്നു കഴിഞ്ഞാൽ കാബേജ് തരാം. ആർക്കും വേണ്ട കാബേജ്. അല്ലെങ്കിൽ കോളിഫ്ലവർ പൊട്ടിച്ചതാ. എന്നാ കോളിഫ്ലവർ കൊണ്ട് കോളിഫ്ലവർ അന്ന് വെച്ച പോലെ കൂട്ടാൻ വയ്ക്കാം. നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളിയെന്ന്. ആ, ഈ ചേട്ടന് കഞ്ഞി വെച്ചിട്ടില്ല ഞാൻ. കഞ്ഞി വയ്ക്കറിയപ്പാ. വീണ്ടും അത് എന്തിട്ട് താങ്ങിയത്? ആ, ഈ ഓറ എന്തിട്ട് ഓറയെന്നറിയോ? നമ്മൾ ഇതിന് കെട്ടണതാ. ഇത് ആ കയ്പക്കായി കെട്ടിയില്ലേ? അപ്പൊ അണ്ണനെ അടിച്ച് അണ്ണനെ ഇവിടെ ഒരു ദിവസം വെടുപ്പാക്കിയില്ലേ?
ആള് എല്ലാം കൂടി അടിച്ചു കൂടിയിട്ട് ഈ ഉറടക്കം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിരിക്കിട്ടാണ് ആ ദേ ഇനി ദേവറാകണ്ട ദേവര് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ചേച്ചി ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ചേട്ടൻ ഒരു കുഞ്ഞൊരു ഒറേറെ കഷ്ണം കിട്ടി അവരെ മാറ്റിയിടും. അതിലുണ്ട് ഇനി അപ്പോൾ അതെടുക്കാം, അതിങ്ങനെ കിട്ടും. വേണ്ട ചിരട്ടിയും ഒക്കെ ആളെല്ലാം കൂടി ഒക്കെ അടിച്ചു കൂട്ടിയിട്ടു എന്നുകൊണ്ട് എന്തൊരു വണ്ടം പുഴുക്കളല്ലേ. അതൊക്കെ പോവും. അത് വളത്തിൻ്റെ ഗുണം കൂടുമ്പോഴാണ് ഇങ്ങനത്തെ പുഴുക്കളുണ്ടാവുക. ബെസ്റ്റ് വളം നീ നോക്കി, ഇത് വളം കൂടുതലൊന്നുമല്ല കേട്ടോ. അയ്യോ എൻ്റെ വഴുതനയ്ക്ക് പറഞ്ഞത് പോയി. ഈ പുഴുവിനെ കാണിക്കണ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറപ്പാവോ? ഏയ് കൃഷിയോട് ഇഷ്ടമുള്ള ഒരു ഭൂരിഭാഗം. ഇത് കർഷകന്റെ മിത്രമാണോ? കർഷകൻ്റെ മിത്രമൊന്നുമല്ല ഈ പുഴു. കർഷകൻ്റെ മിത്രമൊന്നുമല്ല ഇതെന്തൊരു കർഷകൻ്റെ മിത്രം? ഇതല്ല മണ്ണിരയല്ല കർഷകൻ്റെ മിത്രം. അപ്പം എന്താ മണ്ണിരയിൽ കാണാനില്ലല്ലോ. ഇതിൽ മണ്ണിരി നിൽക്കില്ല, അവിടെ പുകഞ്ഞു പോവും. അത്രയും ചൂടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തള്ളണത്. അപ്പോൾ സരിതയ്ക്ക് ഒരു കോളിഫ്ലവർ പൊട്ടിക്കണല്ലേ നീ? കോളിഫ്ലവർ കൊണ്ട് ബെസ്റ്റ് സാധനങ്ങൾ സരിത വയ്ക്കും കേട്ടോ. ഇതിനെ പൊട്ടിക്കുന്നു കേട്ടോ. ഇതിൻ്റെ തണ്ടുകളൊക്കെ കോഴികൾക്ക് ഇട്ട് കൊടുത്തോ. മൂത്തുടങ്ങിയത് കോളിഫ്ലവർ. മൂക്കും വെയിൽ അതുപോലത്തെ ബൊക്ക. അതിത് ഇതും കോഴികൾക്ക് ഇട്ട് കൊടുത്തത്. കോഴികൾക്ക് വിത്തില്ല. അപ്പം ഞാനത് അരിക്ക് കൊണ്ടുവന്നിട്ട് കേട്ടോ. കേടാണോ? അത് കളയാനുള്ളതാ. അല്ല അത് കേടല്ല, അതും ഈ വെയിലടിച്ചിട്ടാ. കേടൊന്നുമല്ല, വെയിലടിച്ചിട്ട് നമ്മൾ കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മണ്ണുത്തി എന്നുള്ള വിത്തുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. മണ്ണുത്തി വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പയർ ഇത്തിരി കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറ്റിപ്പയർ കനകാണി 100 ഗ്രാമിന് 60 രൂപ. പിന്നെ ലോല കീല കുറേ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നാളെ തന്നെ നമുക്ക് ലോല കുറേ നാളെ ലോല എന്തുകൊണ്ടോ നമ്മുടെ ക്ലിക്കാവണില്ല. എന്താണ് കാരണം എന്നറിയില്ല. പക്ഷേ ഞാൻ ഇത്തവണ ഒരു പരീക്ഷണം ചെയ്യാൻ പോകുന്നു. അതായത് തൈകൾക്ക് ഫോഴ്സ് കിട്ടണില്ല, അത് മുളയ്ക്കണില്ല, ഫോഴ്സ് കിട്ടണില്ല. അപ്പോഴുള്ള ഒരു ഐഡിയയാണ് വെറുതെ വെള്ളം നോക്കിയാൽ വെള്ളത്തിൽ ഒരു കപ്പിൽ വെള്ളം എടുക്കുക. ഇത് മറ്റേ സൂഡോമോണസാണ്. അത് ഒരു പൊട്ട് ഇത് നമ്മളൊരു ഇതിൽ കണ്ടാണ് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന വിത്തുകൾ കേട്ടോ. പയറാണെങ്കിൽ പയർ, ഇപ്പോൾ ഇത് ലോലേര പയറാണ്, ഇതാണ് അത്. ഇതിലൊരു കുറച്ച് സമയം ഇട്ട് വയ്ക്കുക. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് നടാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നട്ടിട്ടുള്ള ഇതാണ് നമ്മുടേത്. ഇതേപോലെ സ്യൂഡോമോണസിൽ മുക്കി വെച്ച കായ്പക്കായേറെ തൈകളാണ് കണ്ട. അപ്പോൾ നല്ല വളർച്ചയിൽ വരുന്നുണ്ടാ. നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ കണ്ട നല്ല മുകളിലേക്ക് നല്ല പോലെ പോകുന്നുണ്ട്. ഇവൻ ചെരിഞ്ഞ് പോകണ്ട. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ അതിനൊരു തടങ്ങ് വരാം. വളട്ടല്ലേ ഇവർക്ക് മോട്ടറിൻ്റെ വെള്ളം പോട്ടെ. ലോലയ്ക്ക് നമ്മൾ ഈ കമ്പോസ്റ്റ് കുഴിയിൽ അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നത്. വെയിൽ അത്യാവശ്യം കിട്ടും. ഇവിടെ കമ്പോസ്റ്റ് ഇങ്ങനെ കിടന്നേ അതിൻ്റെ മീത് ചവറും അതൊക്കെ ഇടുന്നിട്ട് ഇവിടെ ഭൂമി അനക്കാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഭംഗിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാവില്ലോ. ഇവിടെ ഒരു ചെറിയൊരു പന്തലിട്ട് കൊടുത്താൽ മതിയില്ല കേട്ടോ. തൊട്ടാത്ത മണ്ണാ, നല്ല പുത്തൻ ചുവപ്പ് മണ്ണ്, നിറയെ കട്ടുറുമ്പ നല്ല മണ്ണളൊക്കെ ഉണ്ട്. ഇനിയൊന്നും ചെയ്യാലേ, വളം നമുക്ക് കുറച്ച് കമ്പോസ്റ്റ് വളം നേരെ ഇതിരിക്കേണ്ട തൂണി. ഇതൊന്നും രണ്ടായിന്നറിയില്ല. അണ്ണൻ കണ്ടെത്തുകളൊക്കെ വാരിയിട്ടതാ. എനിക്ക് വളം മതി. ഇനി ഇതിനെ മണ്ണായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമാക്കി കഴിഞ്ഞാലേ പയറാണ് നടാൻ നമുക്ക്. സൂഡോമോണസിൽ മുക്കി വെച്ചിരിക്കുന്ന പയർ വിത്ത് നമുക്ക് നടാം. എവിടെ
അടിപൊളിയായിട്ടുണ്ടായല്ലോട്രാ. നിങ്ങൾക്ക് പരമാവധി പിന്തുണ എൻ്റെ കയ്യിൽ നിന്നുണ്ട്. എൻ്റെ ലോല ദൈവങ്ങളെ നന്നായി ഉണ്ടാവണേ. ഇവിടെ ചെറിയ പന്ത് ഇട്ട് കൊടുക്കാം. സരിത കടയിൽ പോയിട്ടാ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത നാടകത്തിൻ്റെ പേര് ഗുഡ് നൈറ്റ് എന്നാണ്. NN പിള്ള സാറിൻ്റെ ഒരു നാടകമാണ്. ഒരു പാർക്കിലാണ് സംഗതി നടക്കുന്നത്. പാർക്കിൽ ഒരാൾ വന്നിട്ട് പാർക്കിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുന്ന ഒരാൾ വന്നിട്ട് ശല്യപ്പെടുത്തുന്നതാണ് ഈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ നാടകം. ഞാൻ സംവിധാനം ചെയ്തതാണ്. അത് NN പിള്ള സാറ് പണ്ട് സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ നാടകത്തിൽ മെയിൻ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ബെഞ്ച്. അപ്പോൾ എൻ്റെ നാടകത്തിലും ഈ ബെഞ്ചുണ്ട്. ഈ ബെഞ്ച് പാർക്കിലത്തെ ഒരു നല്ലൊരു സ്ഥലത്ത് ഒരു മരത്തണലിൻ്റെ അവിടെ നിന്ന് ഇട്ടിട്ട് അവിടെ നിന്നിട്ട് ഈ പുസ്തകം വായിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് അക്കാദമിയിൽ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ നാടകം കളിച്ചു. ആ നാടകം കളിച്ചപ്പോൾ മുന്നിൽ കളിച്ച നാടകത്തിലത്തെ ആ ബെഞ്ച് നാശമായിപ്പോയി. അപ്പോൾ വേറെ ബെഞ്ച് കിട്ടണം. അങ്ങനത്തെ ഒരു ചാര് ബെഞ്ചാണ് വേണ്ടത് കേട്ടോ. ചാര് ബെഞ്ച് കിട്ടാനായിട്ട് വഴിയില്ല. അപ്പോൾ അക്കാദമിയിൽ ക്യാൻറ്റീൻ്റെ അവിടെ പാർക്ക് പോലെ തന്നെയാണ് അവിടെയൊക്കെ സംഗീത അക്കാദമി തൃശ്ശൂർ. അവിടെ ഈ ഇരുമ്പിൻ്റെ കാസ്റ്റ് ചെയ്യേണ്ട ഒരു ബെഞ്ചുണ്ട്, ചാര് ബെഞ്ച്. ഒടുക്കത്തെ കന എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കന. ആ ബെഞ്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഈ നാട്യഗ്രഹമുണ്ട് നാടകം കളിക്കുന്ന സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. കുറേ പേര് പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ അത് തിരിച്ചു കൊണ്ടുപോയി ഇടുമ്പോൾ അവിടെ തന്നെ ഇല്ലട്ട് അവർ പറഞ്ഞു അത് മാറ്റി വേറെ സ്ഥലത്തേക്ക് ഇടാൻ പറഞ്ഞു. കാരണം അവർക്കത് പിടിച്ചിടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ ബെഞ്ചിന് പലപ്പോഴും ഇങ്ങനെ സ്ഥാനചലനം സംഭവിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് എവിടെയാണ് ഇരിക്കാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു ഇടം എന്നുള്ളത് നമ്മുടെ പറമ്പിലായാലും നമുക്ക് ഇതായാലും ഇത്രയേ ഉള്ളതിൽ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം നമുക്ക് അവിടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ന്യായീകരിച്ച് പറയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ് ഇങ്ങനെ സംഗതികളുണ്ടെന്ന് പറയുന്നത്. പാർക്കിലാകുമ്പോൾ നമ്മൾ പല മാറ്റങ്ങളൊക്കെ വരുത്തല്ലോ. അപ്പോൾ ഈ ബെഞ്ച് അവിടെ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാലും പിന്നെ എനിക്ക് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ തോന്നുകയാണ് അവിടെ ഇതില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവരാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കൊണ്ടുവരാം, അപ്പുറത്ത് കൊണ്ടുവരാം. എവിടെയാണ് നമുക്ക് ഇരിക്കാൻ പറ്റിയ ഇടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവരാം. അതാ. അപ്പോൾ ഞാൻ ഈ ബെഞ്ച് ഇവിടെ കൊണ്ടുവന്നിടാൻ പോവാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാനിത് മാറ്റിടാൻ പോണത്. ഇതിപ്പോൾ ഇന്ന് പണിക്കാരും വന്നിട്ടില്ല. പണിക്കാർ വന്നാലും അവരെ കൊണ്ട് കൂട്ടില്ല, ഭയങ്കര കന. അപ്പോൾ ഞാൻ യൂണിയൻകാരെ വിളിക്കാൻ പോവാണ്. നമ്മുടെ ഇവിടെ യൂണിയൻകാരുണ്ട്. പിന്നെ ഞാൻ പറയാം ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത്. അല്ലാണ്ട് വെറുതെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എനിക്കിപ്പോൾ അത് അവിടെ കിടന്നാലെന്ത് ഇവിടെ കിടന്നാലെന്ത് എവിടെ കിടന്നാലും നമുക്ക് കണക്ക് തന്നെയാണ്. അപ്പോൾ യൂണിയൻകാരെ വിളിച്ചിട്ട് വരാം. നമ്മുടെ യൂണിയൻകാർ ചേട്ടന്മാർ വരുന്നുണ്ട് കേട്ടോ. വാ, അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അതിനാ ബെഞ്ച് കണ്ട, അത് ഇവിടേക്ക് വയ്ക്കണം, ഈ പുല്ലിൻ്റെ അവിടേക്ക് വയ്ക്കണം. ഒരു ബെഞ്ച് അങ്ങടും ഇവിടെ മേശ, അപ്പുറത്തുനിന്ന് ബെഞ്ച് ഇങ്ങട്. ഇതേ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ പീസുകളാണ്. ഈ സാധനം പൊങ്ങും കേട്ടാ. ഇത് സെപ്പറേറ്റ് മാറ്റിയെടുക്കാം. ഇതിൻ്റെ വിട്ടിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ എടുക്കാൻ പറ്റും കണ്ട. പശ വിട്ടുണ്ട് ഇതിൻ്റെ. അത് പശ വിട്ടു ഇതിൻ്റെ. അപ്പോൾ ഇങ്ങനെ കണ്ട ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അത് വേണമെങ്കിൽ എന്നാണ് ഒരാരോഗ്യം കാണേണ്ടത്. ഇത് അവതുള്ള ആൾ വന്നു. ഞാൻ നടുവിൽ നിൽക്കാം. വിട്ടുപോയില്ല. ഒരു പറഞ്ഞു കൊടുക്കട്ടെ, സ്ഥലം പറഞ്ഞു കൊടുക്കട്ടെ. അവിടേക്ക് പോട്ടെ. സാധനം പോണ്ട്. ആ വഴി കൊടുക്കണ്ടേ, അങ്ങോട്ട് ഒതുങ്ങി പോയിക്കോട്ടെ. അതിൽ പോവാം അല്ലേ. ഇത് പോട്ടെ. ഒന്ന് ഇതിലിടാം. അത് ഇങ്ങനെ നേരെ കൊണ്ടുവരാം. മതിയാവും. ഇതിൽ വയ്ക്കാം നമുക്ക്. നോക്കിയിട്ട് നമുക്ക് പിന്നെ മറ്റേ ബെഞ്ച് ഇതും കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. മേശ കൊണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അതിടുമ്പോൾ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇത് ശരി. ഇത് വേണമെങ്കിൽ നമുക്ക് മുകളിലത്തെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ സാധനം പിന്നെ കൊണ്ടുപോകാം.
ശരിക്കും സെൻ്ററിൽ കൊണ്ട് നോക്കിയാൽ അത് പിടിക്കാം. എനിക്ക് പിടിക്കാൻ സ്ഥലമില്ലല്ലോ. അടിപൊളി കാലക്കാൻ ഇതിൻ്റെ മീതാ സാധനങ്ങൾ കൊണ്ട് നോക്കി മതി. അപ്പോൾ അതിൻ്റെ ആട്ടം നിന്നു. ആ ഗാഡി ഇരിക്കാണ് വീഴ്ത്തിയാൽ മതി. ആയിട്ടിലെത്തി കുറച്ച് മണി പോരാ. പോട്ടെ പോട്ടെ പോട്ടെ. ആ അപ്പോൾ വീണു. വീണു 2 സ്ഥലത്തും വീണു. അതിന് വേണമെങ്കിൽ എടുക്കാമെന്നുകൊണ്ട് അല്ലേ, ഒരു സൈഡേ പോരല്ലോന്നുകൊണ്ട്. കൂളായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോകാം, നമുക്ക് ഇതങ്ങനെ കൊണ്ടുപോകാം. എന്നിട്ട് സുഖമായി അത് വിട്ടുപോയില്ല. ഇങ്ങനെയായിരുന്നെങ്കിൽ സുഖമായിരുന്നു. അവിടെ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുവന്നാണ്ട് വെച്ചാൽ മതി. കൈ ഒട്ടിക്കൽ പിന്നെ നമുക്ക് ഒട്ടിക്കാം, വയ്ക്കുന്നോണ്ട് കുഴപ്പമില്ല. പശ വിട്ടില്ല. അതാണ് കൊടുക്കാം. അതൊറ്റ പീസാ. എൻ്റെ അമ്മ എനിക്ക് ബന്ധിയ. ടൈറ്റായി അത് കൂളായിട്ട് ഇരുന്നില്ലേ. അത് സെറ്റായി. ഇനി ഇത് ഇന്ന് അമർത്തി. സെറ്റായില്ല. അതിനില്ല മതി. ഇനി മാറ്റില്ല. ഇത് ഇവിടെ ഇടാനാ, അവിടെ ഒന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ അവരെ സേവനം കഴിഞ്ഞു കേട്ടാ. അപ്പോൾ അവർ പോയി. ഇനി അതൊക്കെ കഴുകാൻ കേട്ടാ. കുറേ നാളായിട്ട് മണ്ണും പൊടിയൊക്കെ പിടിച്ച് കിടക്കല്ലേ. ഇവിടെ പശ വെച്ച് ഒട്ടിക്കണം. പശ ബലമുണ്ട് എന്നാലും. നമ്മുടെ ബെഞ്ച് കഴുകി ഉണങ്ങി കഴിഞ്ഞു. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുള്ള ഓരോ സംഗതികളാണ് കേട്ടോ. കണ്ട നിറയെ എഴുതിയിട്ടുള്ള സിനിമ തിരക്കഥ വരെയുണ്ട്. പിന്നെ ഓരോ കഥകൾ, ഷോർട്ട് ഫിലിമുകൾ, കുറേ സംഗതികൾ എഴുതി കൂട്ടിയിട്ടുള്ളതിലാണ്. ഇത് ഞാൻ പണ്ട് എഴുതി തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴല്ല, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് 2010-12 കാലഘട്ടത്തിലൊക്കെ എഴുതി തുടങ്ങുന്നത്. അന്ന് ഇതൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഈ മരങ്ങൾ തന്നെ മാത്രമല്ല. അപ്പോൾ ഇവിടെ ഒരു ബെഞ്ച്, ഒരു എഴുതാനുള്ള സാധനം ഇട്ടിട്ട് ഇരിക്കും. എനിക്ക് അകത്തിരുന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രസം കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് എഴുതാറ്. പിന്നെ കാലക്രമേണ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ എഴുത്ത് എന്ന് പറഞ്ഞ സംഗതി നിർത്തി. ഇപ്പം എനിക്ക് വെറുതെ എല്ലാവരും പറഞ്ഞു ജീവിതത്തിലത്തെ ഈ ഓരോ തമാശകളൊക്കെ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ബെഞ്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് ഒരു പ്രത്യേക സുഖം തോന്നുന്നു. നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി. രസമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറയണം, ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതിൽ കുറേ വിമർശനങ്ങൾ ആളുകളിട്ടുണ്ട്. അതായത് സരിത എങ്ങനെ അജുവിനെ സഹിക്കുന്നു, അജു ചെയ്യുന്ന പ്രവർത്തികളൊക്കെ മുന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൂടിയിട്ട് ഒരു വെറുപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞ് കാശിൻ്റെ അഹങ്കാരമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ബെഞ്ച് അവിടെ നിന്ന് ഇട്ടത് കാശ് അതവിടെ ഉള്ളതാണ്. അത് ഇങ്ങോട്ട് മാറ്റിയിട്ട് എന്ന് വിചാരിച്ചിട്ട് കാശിൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുത്തുമ്പോൾ, അതായത് നമുക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തായാലും നമ്മൾ സെറ്റികളൊക്കെ ഒന്ന് ചില സമയങ്ങളിലൊക്കെ ആളുകളുണ്ടല്ലേ, നമുക്ക് വീട്ടിലത്തെ പെണ്ണുങ്ങൾക്ക് തന്നെ തോന്നും അത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി മറിച്ചെന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് കാണുന്ന അതിൽ നിന്നൊന്ന് മാറ്റി മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായൊരു പോസിറ്റീവ് എനർജി അവർക്ക് കണ്ട് വരും പെട്ടെന്ന്. അകത്തേക്ക് നോക്കുമ്പോൾ അതിപ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ മാറ്റി പാത്രങ്ങളായാലും എന്ത് സാധനമായാലും, പുസ്തകങ്ങളായാലും, വായിക്കുന്ന ആളുകളാണെങ്കിലും പുസ്തകങ്ങളായാലും എന്തായാലും മാറ്റി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി വരും, മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതിൽ കാശിൻ്റെ അഹങ്കാരമോ ഇതൊന്നുമില്ല. നമ്മളവിടെ അത് മാറ്റി അവിടെ അവിടെ ഇരിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു തിക്കുമുട്ട് പോലെ വരുന്നുള്ളൊരു തോന്നലിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് എഴുതാനുള്ള ഒരു സ്ഥലവുമായി. ഇതിലത്തെ പാറ്റേൺ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ചെയ്യുന്ന ഇതുകളൊക്കെ സരിതേരെ എതിർപ്പിനെ വകവയ്ക്കാതെയാണ് ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇന്നാൾ ആൽവിൻ വന്നു. ആൽവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിനെ ഡിസൈൻ ചെയ്യുന്ന ആളാണ്, വീടുകളെ ഡിസൈൻ ചെയ്യുന്ന ആളാണ്. കുറേ നാൾ മുമ്പ് ധർമ്മടത്തുനിന്ന്, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ധർമ്മടത്തുനിന്ന്
എന്ന് പറഞ്ഞിട്ടുള്ള ആളും വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വന്നിട്ട് ഇവിടെ കണ്ടിട്ട് പറഞ്ഞത് ഭയങ്കര മനോഹരമായത്, ഡിസൈൻ ചെയ്ത പോലെയാണ്. ആൽവിന് കണ്ടിട്ട് ഇവിടത്തേക്ക് എന്തൊരു ഭംഗിയായിപ്പോയി. ഇവിടെ ഓടും കീടൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളല്ല എല്ലാവരും പറയുന്നത് പോലെ വിചാരിച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തിയത് ഞാനായിരിക്കും എന്നാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം വരുന്നത്. സത്യത്തിൽ ഞാൻ മാത്രമല്ല, സരിതയുണ്ട്, ഞാനും കൂടിയിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെച്ചത് സരിത വെക്കേണ്ടതെന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. ഇത് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ബെഞ്ച് ഇതൊക്കെ മാറ്റി മറിച്ച് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കുറ്റങ്ങൾ ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുറ്റങ്ങളും കുറവുകളാണ് എനിക്ക് വ്യക്തിത്വം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. എൻ്റെ കുറ്റങ്ങളും കുറവുകളും ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പച്ചക്കറി സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും, എവിടെയെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് പിഴവായാലും നല്ലതായാലും അതിൻ്റെ മോശവശങ്ങളും നല്ല വശങ്ങളും ഒക്കെ എടുത്ത് കാണിക്കും. ആ സമയം നമ്മുടെ മോശവശങ്ങൾ കാണിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് പറ്റിയുള്ള പിഴവുകൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ചെടീനെ അല്ലെങ്കിൽ ഒരു പച്ചക്കറീനെ മാറ്റി മറിച്ച് നടന്നത്, അല്ലെങ്കിൽ അതിൽ നാശമായിട്ട് അതിൽ അധികം വിളവ് ഉണ്ടാവാത്തതോ അതൊന്നും കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കില്ല. ഞാനാണെങ്കിൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം എന്തും നിങ്ങളെ കാണിക്കും. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന പിഴവുകളും എല്ലാം കാണിക്കും. പിന്നെ സരിത കുറേ ചീത്ത പറയാണ്ട് കുറ്റം പറയാറുണ്ട്. സരിതേനെ ഞാൻ കുറ്റം പറയാറില്ല. സരിതയ്ക്ക് കുറ്റമില്ല എന്നിട്ടല്ല ഞാൻ പറയാത്തത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്ന ആളല്ല. അത് വിചാരിച്ച് സരിത എൻ്റെ കുറ്റങ്ങൾ പറയുമ്പോൾ അതിന് ഞാൻ ആസ്വദിച്ച് വർത്തമാനം പറയുമ്പോഴാണ് അതിൽ രസം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇങ്ങനെ എൻ്റെ തന്നെ ഇഷ്ടപ്രകാരം തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഒരു ഡിസൈനർ വന്നിട്ട് കണ്ടിട്ട് ഇതൊരു ഡിസൈൻ ചെയ്ത പോലെ ഉണ്ട് ഈ വീടിൻ്റെ ചുറ്റും പരിസരവും വീടും ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ എനിക്ക് അത്രയ്ക്കധികം പിഴവുകളില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ ബെഞ്ച് ഇതൊക്കെ ഞാൻ എഴുതി കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ 2014 മുന്നേ എഴുതി കൂട്ടിയിട്ടുള്ള കണ്ടമാനം എഴുതി കൂട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ നിറയെ ഓരോ കഥകളും ഇതുകളൊക്കെയാണ്. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല, ഇവിടെ ഇരുന്നിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ഇടമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ ഇത് എഴുതുന്നത് ഇവിടെ നിന്നിട്ടാണ് എഴുതുന്നത്. ഞാൻ എഴുതുന്നത് ഇതാണ് എൻ്റെ ആദ്യത്തെ കഥ എഴുതുന്നത്.